പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നൊന്ത് പ്രസവിച്ച അമ്മമാരെ തിരിഞ്ഞു നോക്കാൻ മടിക്കുന്ന മക്കളുടെ ട്രെൻഡാണ് ഒന്നുകിൽ വൃദ്ധസദനത്തിൽ ആക്കുന്നത്, അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നത്. കാലം മാറി എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഓരോ വാർത്തകളും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവാസി ലോകത്ത് നിന്ന് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്ന കുറ്റവാളികളുടെ പട്ടികയിൽ സ്വന്തം അമ്മയെ ഉൾപ്പെടുത്താൻ കൈക്കൂലി നൽകിയ മകനെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രവാസി ലോകം സംസാരിക്കുന്നത്. സൗദി ജനറൽ പ്രോസിക്യൂഷൻ വിഭാഗമാണ് നടപടി എടുത്തിരിക്കുന്നത്. ഇതിന് കൂട്ടുനിന്ന മതകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനെതിരെയും കേസെടുക്കുകയുണ്ടായി. മാതാവിനെ തീവ്രവാദി പട്ടികയിൽപ്പെടുത്തി ജയിലിലടയ്ക്കാൻ മകനായിരുന്നു മതകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന് 40 ലക്ഷം റിയാൽ കൈക്കൂലി കൊടുത്തത്. ഇത് സംബന്ധമായി സൗദി ജനറൽ പ്രോസിക്യൂഷൻ വിഭാഗം വ്യവസായിയെയും മതകാര്യ വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യുകയും കുറ്റവാളികളാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സൗദിക്ക് പുറത്തുള്ള തീവ്രവാദ സംഘടനയ്ക്ക് ധനശേഖരണം നടത്തുന്നുവെന്നും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്നുമുള്ള വ്യാജ ആരോപണമായിരുന്നു മാതാവിനെതിരെ ആരോപിച്ചത്. തന്നെ മാതാവും മകനും തമ്മിൽ വ്യവസായത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. വ്യവസായ ഇനത്തിൽ 22 ദശലക്ഷം റിയാലിന്റെ ചെക്ക് മാതാവ് ആവശ്യപ്പെട്ടെന്നാണ് മകനെ ഏറെ ചൊടിപ്പിച്ചത്. ഇത് ഉമ്മയെ തീവ്രവാദ പട്ടികയിൽപ്പെടുത്തി ജയിലിലടയ്ക്കാൻ ശ്രമിച്ചതും കാരണമായി. കൂടുതൽ വാദത്തിനായി കേസ് ജുഡീഷ്യറിക്ക് കൈമാറാൻ ജനറൽ പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ചോദ്യം ചെയ്യലിൽ ഉമ്മയെ തീവ്രവാദി പട്ടികയിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യിപ്പിക്കുവാൻ ശ്രമിച്ചെന്ന് വ്യവസായി സമ്മതിക്കുകയുണ്ടായി. അതേസമയം മതകാര്യ ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകിയ കാര്യം നിഷേധിച്ചതായി ജനറൽ പ്രോസിക്യൂഷൻ അറിയിച്ചു. എന്തൊക്കെയായാലും ഇത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. കണക്കുകൾ എവിടെയാണെങ്കിലും കൊടുക്കേണ്ടി തന്നെ വരും. അതോടൊപ്പം തന്നെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ബിസിനസ്സുകാരൻ ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകുന്നതിന് മുമ്പ് അധികാരിയെ ഒരു മധ്യസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് അധികാരികൾക്ക് ഒരു കത്ത് സമർപ്പിച്ചിരുന്നു. അതിൽ തന്റെ സൗദി അമ്മ ഒരു തീവ്രവാദ ഗ്രൂപ്പിന് ധനസഹായം നൽകുന്നുവെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അമ്മ വിദേശത്ത് തീവ്രവാദ ഗ്രൂപ്പിനെ സന്ദർശിക്കുകയാണെന്നും പാർട്ടിയുടെ പ്രവർത്തനത്തെ പിന്തുണച്ച് ഗ്രൂപ്പിലേക്ക് ഫണ്ട് കൈമാറുന്ന വ്യത്യസ്ത ആളുകൾക്ക് പണം നൽകിയതായും കത്തിൽ പറയുന്നു. കത്തിൽ രാജ്യത്തിന് അപകടമെന്ന തലക്കെട്ടാണ് അമ്മയെ ഇയാൾ നൽകിയിരുന്നത്. അങ്ങനെ പേരിടാത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രം തന്റെ അമ്മയെക്കുറിച്ച് എതിരായ ആശയവിനിമയം സമർത്ഥരായ അധികാരികൾക്ക് ബിസിനസ്സുകാരൻ സമ്മതിച്ചുവെങ്കിലും അറസ്റ്റിന് പകരമായി കൈക്കൂലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ബിസിനസ്സുകാരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് അമ്മയ്ക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയുണ്ടായി. തന്റെ ദേശീയവും നിയമപരവുമായ കടമ താൻ നിറവേറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിന്റെ കാരിയർ മാത്രമാണെന്നും അതിന്റെ ഉത്ഭവമല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തനിക്ക് ശമ്പളം ലഭിച്ചിട്ടില്ലെന്നും അമ്മയെ ദ്രോഹിക്കാൻ ബിസിനസ്സുകാരനോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.